മതസ്ഥാപനങ്ങളിൽ നടത്തുന്ന മൈക്ക് വെച്ചുള്ള ഭയങ്കര പ്രാർത്ഥനകൾ. ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്സവവും ഈ മാർച്ച് മാസത്തിന് മുമ്പാണ്. ഒന്ന് മാറ്റി വെച്ചാൽ എന്താ? ഉത്സവങ്ങളെല്ലാം വെക്കേഷൻ ടൈമിൽ നടത്തിക്കൂടെ? എന്താ കുഴപ്പം? അങ്ങനെ ലോകത്തെവിടെങ്കിലും നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ക്യൂബ എന്നൊരു രാജ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്യൂബയിൽ റവല്യൂഷൻ ഉണ്ടായ സമയത്ത് ഭയങ്കര പട്ടിണിയാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവനായിട്ട് വന്ന ഫിഡൽ കാസ്ട്രോ പറഞ്ഞു, നമുക്ക് ക്രിസ്മസ് ഈ ഡിസംബറിൽ നടത്തണ്ട, നമുക്ക് ആദ്യം ഈ കരിമ്പെല്ലാം വെട്ടാം, കരിമ്പെല്ലാം വെട്ടി അത് പഞ്ചസാരയാക്കി മാറ്റാം, എന്നിട്ട് അത് കയറ്റി ചെയ്ത് അയച്ചിട്ട് ഇഷ്ടംപോലെ പണം നമുക്ക് കിട്ടുമല്ലോ, അന്ന് നമുക്ക് ലാവിഷായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് ക്രിസ്മസ് മാറ്റിവെച്ച രാജ്യമുണ്ട് ലോകത്തിൻ്റെ ഭൂപടത്തിൽ. അതാണ് കാര്യം. അപ്പോൾ മാറ്റി വയ്ക്കാവുന്നേ ഉള്ളൂ, ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഉത്സവങ്ങളൊക്കെ വെക്കേഷൻ ടൈമിൽ വെച്ചുകൂടാ? ഇതങ്ങനെയല്ല, പഠിക്കാനുള്ള തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ അത് രാവിലെ 6 മണി തൊട്ടോ 5 മണി തൊട്ടോ ആരംഭിക്കില്ലേ? ഞാനിങ്ങനെ ഉത്സവ സമയത്ത് ഈ വഴി കൂടെ പോകുന്ന സമയത്ത് എത്ര മൈക്കാണ് വെച്ചിരിക്കുന്നത്. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ വലിയ ട്രംപറ്റ് ഫോൺ ഉണ്ടല്ലോ, തുമ്പിക്ക്, ആനയുടെ തുമ്പിക്ക് പോലുള്ള വലിയ ഉച്ചഭാഷണി, അത് നിരോധിച്ചിരിക്കുക ലൗഡ് സ്പീക്കർ. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബോക്സിനകത്ത് അതുപോലെയുള്ള വലിയ സംവിധാനം ഉണ്ടാക്കിയിട്ട് എവിടെ കേൾക്കാം ഇത്? ദൈവം ഇരിക്കുന്നത് സ്വർഗം എവിടെയാണ്? ദൂരം കണ്ട, മുകളിലും കണ്ട സ്വർഗം എന്നാണ് അവർ പറയുന്നത്. ആകാശത്ത് ഇവിടുന്ന് യൂറി ഗഗാറിൻ തൊട്ട് ഒരുപാട് പേര്, നമ്മുടെ സുനിത വില്യംസ് ഒരുപാട് പേര് മുകളിലോട്ട് പോയിട്ടുണ്ട്, ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഇന്നേ വരെ ആരും ഈ സ്വർഗത്തെക്കുറിച്ച് ഒരു സൂചനയും നമുക്ക് തന്നിട്ടില്ല. ബഹിരാകാശത്ത് പോയവരാരും തന്നെ തന്നിട്ട് വെറുതെ പറയുന്നതാണ് ഇതൊക്കെ. എന്തായാലും ഇവർ വിചാരിച്ചിരിക്കുന്നത് സ്വർഗമാണെങ്കിൽ അവിടെയാണല്ലോ ദൈവം ഇരിക്കുന്നത്, അതുകൊണ്ട് സ്വർഗത്തിൽ കേൾക്കത്തക്ക രീതിയിൽ വേണം ഈ മൈക്ക് വയ്ക്കാനെന്നാണ് ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വിചാരിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുകാരാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞായറാഴ്ചകൾ അവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ സംഭവം, അമിതമായ ശബ്ദം. അത് നിയന്ത്രിക്കണം. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ നിങ്ങൾ 112 എന്ന് പറഞ്ഞ നമ്പർ വിളിച്ച് പറയണം. പോലീസുകാർ വരും. പോലീസുകാർ നിങ്ങളെയൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഈ മൈക്കിൻ്റെ ഉടമസ്ഥനോടെന്ന് പറയും, മൈക്ക് കുറച്ച് വയ്ക്കണം, കുട്ടികൾ പഠിക്കുന്ന ഇവിടെയുണ്ട്, കിടപ്പ് രോഗികൾ ഈ നാട്ടിലുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങണം, നിങ്ങളിങ്ങനെ മൈക്ക് വെച്ച് ശരിയാവത്തില്ല എന്ന് പോലീസുകാർ പറയും. പോലീസുകാർ പറഞ്ഞാൽ മൈക്ക് ശബ്ദം കുറയ്ക്കും. പോലീസുകാർ പോകുമ്പം പിന്നെ ഒരു കൂട്ടും, പിന്നെ നമ്മൾ 112 വിളിക്കും. ഇതായ സ്ഥിതി. ഇത് അവരൊന്നും മനസ്സിലാക്കണ്ടേ? ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മനസ്സിലാക്കണ്ടേ? നമ്മുടെ നാട്ടിൽ SSLCക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, USS പരീക്ഷയ്ക്ക്, LSS പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ബോധം ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടേ? അവർ ചെയ്യില്ല. അവർക്ക് ആ ബോധം വന്നില്ലെങ്കിലോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിയമം എന്താണോ അത് നമ്മൾ വിനിയോഗിക്കാൻ തയ്യാറാകണം.